ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ പിടിച്ചു നിർത്തണം. എന്നിട്ട് ഓൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. എന്ത് പറയുന്നു? അപ്പോൾ പോണ ട്രക്കുകളിൽ ഏതെങ്കിലും വണ്ടി നമ്മൾ പിടിച്ചു നിർത്തും. ഓക്കെ. പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അസാബ് കേക്ക് റോഡ് മേലാണല്ലോ. അസാദമാം റോഡിൻ്റെ സെൻറ്ററിലാണ് അബ് കേക്ക് വരുന്നത്. റോഡ് മേലാട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ ദമാമ്, അങ്ങോട്ട് പോകുമ്പോൾ അല്ലസ ഒരുത്തനെ കിട്ടേണ്ടിയുണ്ട്. ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ പിടിച്ചു നിർത്തണം. എന്നിട്ട് ഓൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. എന്ത് പറയുന്നു? ഓ പടച്ചോനെ, ഒരു വണ്ടി വന്നു, ഒരു വണ്ടി വന്നു. ഇവിടെ നിർത്ത്, ഇങ്ങോട്ട് ഒരു വണ്ടി കിട്ടി. പടച്ചോൻ, ഇതേതാ വണ്ടി? സച്ചിമാനാണോ സാച്ചിമാൻ എന്തെന്നാണ് ഇതിന്റെ പേര്? ഒരു വണ്ടി കിട്ടിക്കുന്നു കേട്ടോ. ഇതാരാന്നറിയില്ല. നമ്മളൊന്ന് നോക്കുക, എന്തേതാ സ്ഥിതി നോക്കുക. ഓഹോ, ഹായ്. എന്താ സ്ഥിതി? റാത്തല്ലേ? നിങ്ങളെവിടെ? നാട്ടിലേടാണ്? കണ്ണൂരോ? കണ്ണൂർ എവിടെ? വല്ലാത്ത ജാതി. നിങ്ങൾ എങ്ങനെ ഇല്ലെത്തിപ്പെട്ടി? ഇതേതാ കമ്പനി? അപ്പതാ നിങ്ങൾ പേരെന്തേ പറഞ്ഞേ? രാഹുൽ അല്ലേ? നിങ്ങൾ കുറെ കാലമായാലും ഇവിടെ? 9 വർഷമായി. ഈ ട്രെയിലർ ആയിട്ട് നടക്കുന്നത്? അടിപൊളി അല്ലേ? ഞാനേ ഈ റോഡുമേൽ നിന്നിങ്ങാട്ടെ പിന്നെ ഏതെങ്കിലും ഒരു വണ്ടിനെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഓൻ്റെ വിശേഷം ഒന്ന് ചോദിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാ. ഓക്കെ. എന്നാ എനിക്ക് ആ വണ്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് സാധനം? ഏത് കമ്പനി വണ്ടിയാണ്? ഷാക്മാൻ. ചൈന കമ്പനിയാ? എനിക്കൊന്ന് കാണിച്ചിട്ട് വണ്ടി പറഞ്ഞ നിൽക്കാം. പിന്നെ രാഹുലാണ്, കണ്ണൂർ ശ്രീകണ്ഠാപുരം. ഓക്കെ. ഒരു വണ്ടി പിടിച്ചു നിർത്തിയതാ റോഡ് സൈഡിൽ നിന്ന്. ഇതൊന്നും നമുക്ക് കാണാം. ഇത് എന്ത് വണ്ടിയാണ്, എന്തെന്നാണ് ഇതിൻ്റെ ഉള്ളിൽ ഒന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. ഉള്ളിൽ കയറി വെക്കാം. ഒന്ന് പറഞ്ഞു കയറിയ നമ്മൾ തന്നെ കയറിയാൽ മതി. പ്രശ്നമല്ല. നമുക്ക് ഈ വണ്ടിയുടെ ഉൾഭാഗം ഒന്ന് കാണാം. ഇതേതോ ഒരു ചൈന വണ്ടിയാട്ടോ. പിന്നെ ഇതെത്ര മോഡല്? 24 മോഡൽ അല്ലേ? 24 മോഡലാണ് വണ്ടി. 24 ലാസ്റ്റ് 25 അല്ലേ? അല്ലേ? ഇതിന് ക്ലച്ചൊന്നും ഇല്ലല്ലേ? ഇത് ക്ലച്ചൊന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ്. ഗിയറും കാണുന്നില്ല, ഓം കാണുന്നില്ലതാ. നമ്മളെ ആക്റ്റീവ് ഓടിക്കുന്ന മാതിരി നമുക്ക് ഓടിക്കട്ടോ. അതൊക്കെ ഒന്ന്. അപ്പോൾ നമ്മളെ വണ്ടിന്റെ ഉൾഭാഗമാണ് ഇത് ചൈനന്റെ ഏത്? ഷാക്മാൻ അല്ലേ? ഇത് 2024 മോഡൽ. 24 ലാസ്റ്റ് അല്ലേ പറഞ്ഞേ? ഓക്കെ. ഇതാണ് ഇതിന്റെ ഉൾഭാഗം. 25 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. ഇതിന്റെ ഉൾഭാഗം വരുന്നുണ്ടോ? നല്ലോണം രണ്ടാൾക്ക് എടുക്കാം, അഡ്ജസ്റ്റ് ചെയ്താലേ. മുകളിലുണ്ട് അല്ലേ? മുകളിലൊരു ബർത്ത് ഉണ്ട്. ഓക്കെ. നേരെ താഴെ കിടക്കാം. ഇതന്നെ റൂമല്ലേ? ഫുള്ള് ഇവിടെ തന്നെ വണ്ടി തന്നെ കിടക്കും. ഇതവിടെ അത്യാവശ്യത്തിന് ചുടുവെള്ളം, ഫ്ലാസ്കിൽ ചുടുവെള്ളം പറഞ്ഞു വെച്ചാൽ ഇന്തോമിയൊക്കെ ഇരുന്ന് അടിക്കാം. അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ ഇതാ ഈ വണ്ടി ഇതാ ക്ലച്ചൊന്നും ഇല്ല കേട്ടോ. വെറും ആക്സിലേറ്റർ, ബ്രേക്ക്, ഈ സാധനം മാത്രം. ഓട്ടോമാറ്റിക്. അത് നോർമലി നാട്ടിൽ പറയാണ് ആക്റ്റീവ് ഓടിക്കണം. ആക്സിലേറ്റർ കൊടുക്കുക, പോവുക. അതെ. ഇത് വേറെ രാജ്യത്തൊക്കെ ലേഡീസ് കുറെ ഓടിക്കുന്ന വണ്ടിയാന്ന് തോന്നുന്നു. എല്ലാ രാജ്യത്തും ലേഡീസ് തന്നെ അല്ലേ? ചൈന ആക്കിയത്. ഇപ്പൊ സൗദി അറേബ്യ കുറെ ചൈന വണ്ടി ഇറങ്ങുന്നുണ്ട്. ആക്ട്രോസ് വണ്ടിക്കൊക്കെ അല്ലേ? അത് വെച്ച് നോക്കുമ്പോ അങ്ങനെ പറയുന്നുണ്ടല്ലേ? കമ്പനി നമ്മളൊന്നും അറിയണ്ട, കമ്പനി കൊണ്ടായിട്ട് കൊടുക്കാം. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലേ? കമ്പനിക്ക് ലാഭം ഇതാണ്. ഞങ്ങള് റിഗിലെ ഓട്ടാണ് കൂടുതൽ. റിഗിലെ നിങ്ങൾ എന്താ ഇത് ലോഡ് കയറ്റാ? ഇത് റിഗിലേക്കുള്ള ടൂൾസ്, എക്യുപ്മെന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിന്റെ ഉൾഭാഗം കണ്ടിരിക്കുന്നല്ലോ എല്ലാവരും. പിന്നെ ചെറിയ ചോട്ടാ വീടില്ലേ? കർട്ടൻ ഒന്നും കൂടെ നീക്കി. കർട്ടൻ എന്തിനുള്ള? ആ അടിപൊളി. ഒന്ന് യെസ്. അപ്പൊ ഈ സൈഡിലുണ്ടല്ലേ കർട്ടൻ? ഈ സൈഡും ഉണ്ട് കർട്ടന്. അതൊന്നും നീക്കാം. ആ അപ്പൊ ഇത് കണ്ടില്ലേ ഫുൾ കർട്ടന്. ഏതാ ലെവല്. ഇപ്പൊ എന്തായിന്നറിയോ? ഇപ്പൊ നമ്മളെ വീടായിട്ടാ ഇതിങ്ങനെ. അതിങ്ങനെ ജോയിന്റ് ആവും. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ റൂം ഓക്കെ സെറ്റായി. അപ്പൊ ഇതാണ് നമ്മളെ ഏത് കമ്പനി? താഹൂസ് കമ്പനിന്റെ ഷുക്മാൻ ആയിക്കോട്ടെ. ഇവിടെ അറബിയിൽ ഷുക്മാൻ എന്ന് പറഞ്ഞാൽ അറിയോ? അറിയുന്ന പോലെ കമന്റ് ചെയ്തോട്ടെ അല്ലേ. അറബിയിൽ ഷുക്മാൻ എന്ന് പറഞ്ഞാല് സീറ്റ് തുള്ളി തുള്ളി കളിക്കുന്ന സീറ്റാണ്. പിന്നെ സ്റ്റാരിങ് എന്ന് പറഞ്ഞാല് വെറുതെ അങ്ങനെ തിരിച്ചാ തിരിയും. എന്താ അറിയോ, എനിക്കറിയില്ല അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ അല്ല. ഇത് എനിക്കൊന്ന് ഓടിക്കാൻ തരുക. ഇത് ഓടിച്ചാൽ ബുദ്ധിമുട്ടാണോ? കമ്പനി പ്രശ്നമാണ്. എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുവോ? ഞാൻ ഇത് ഓടിച്ചാല് മിക്കവാറും എന്നെ പുറത്താക്കും. അതിനെ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ അങ്ങനെ ഓടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നില്ല. എനിക്ക് കാണുന്നത് കുഴപ്പമില്ല, കാണാനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിത് ഓടിച്ചിങ്ങാണ്ട് പ്രശ്നമായി കഴിഞ്ഞാല് എനിക്കിതിങ്ങനെ കണ്ടിട്ട് ഓടിക്കാനൊക്കെ പോയിട്ട്. പക്ഷെ എന്റെ കൂടെ ഉള്ള നമ്മളെ രാഹുലിന്റെ പണി പോകുന്ന കേസാണ്. അതുകൊണ്ട് ഞാനിത് ഓടിക്കുന്നില്ല. പിന്നെ വേറെ ഇത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്? സിസ്റ്റം ഒന്നുമില്ല. ഹാൻഡിലിന് മുകളിൽ ഓട്ടോമാറ്റിക് അല്ല, ഇത് നമ്മള് ബ്രേക്ക് കിട്ടുക. എന്നിട്ട് നമ്മള് ഇതിന് മുകളിൽ ഇതാ ഗിയർ. പിന്നെ ഇതെങ്ങനെയാണ് ഡ്രൈവ് ചെയ്യലെന്ന് പറഞ്ഞാലേ, പിന്നെ ഇതിന്റെ ഹാൻഡിൽ ഇവിടെ നിങ്ങളൊരു സുന കാണുന്നില്ലേ? ഈ ഒരു സാധനം, ഈ സുന ഈ ഡീലേക്ക് ഇങ്ങനെ ഇത് ബ്രേക്ക് ഔട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് ഇട്ടിട്ടുണ്ട്. ബ്രേക്ക് ചവിട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഡി വന്ന് മീറ്ററിൽ. ഓക്കെ, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുക, പോവാ. ഓക്കെ, ഇപ്പൊ ഡിയിലെത്തിക്കണേ. ഓക്കെ, ഇപ്പൊ ന്യൂട്രായി കണ്ടോ, പച്ച കത്തിക്കണ അവിടെ. പിന്നെ ഇത് 6 കാണുന്നില്ലേ? ഇതന്നെ ഒന്ന് ബാക്കോട്ട് തിരിച്ചാൽ അവിടെ റിവേഴ്സ് കത്തി, റിവേഴ്സ് പോയി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ന്യൂട്രലൊക്കെ തന്നെ ആക്കി. അപ്പോൾ നേരെ വന്നിട്ട് ഇവിടെ 2 സിസ്റ്റം കാണുന്നില്ലേ? ഈ 2 സിസ്റ്റത്തിൽ ഒന്ന് ഹാൻഡ് ബ്രേക്കാണ്, വണ്ടിൻ്റെ ഹാൻഡ് ബ്രേക്ക്. രണ്ടാമത്തെ എന്തേത്താന്ന് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി ഹാൻഡ് ബ്രേക്കാണ് വണ്ടി നിർത്തുന്ന മുതൽ. ഇതിൻ്റെ ബാക്കിലെ ട്രailer ഉണ്ടല്ലോ, ബാക്കിലെ ഹെഡിൻ്റെ ഭാഗം അല്ലാത്ത ഭാഗം, ട്രailer ഭാഗം, അത് നമ്മൾ വലിയ ഇറക്കോ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി വേണമെങ്കിൽ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വല്ല ഇത് ഇങ്ങനെ സ്റ്റക്ക് ആവില്ല കേട്ടോ. ഇവിടെ ഇതിങ്ങനെ റിലീസായി പോവും. അപ്പോൾ അതിനൊന്ന് പിന്നെ ബ്രേക്ക് കൊടുക്കുന്ന സാധനം കേട്ടോ. അത് ഹാൻഡ് ബ്രേക്കിൻ്റെ ചെറിയൊരു രൂപം അതാണ് ഇതിന് വന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാതെ അവിടെ LCD ഉണ്ട്, AC ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സ്വിച്ചുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ടയർ ഡബിൾ പിടിക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളെ മണൽ ചളിയിലൊക്കെ കുടുങ്ങുകയാണെങ്കിൽ ഒരു ടയർ മാത്രം തിരിഞ്ഞു പോകും. അപ്പം ഇതിട്ട് കൊടുത്താൽ 2 ടയറും ഒന്നിച്ച് കയറിപ്പോരും. അങ്ങനെയൊക്കെയാണ് കഥ അല്ലേ? വേറെന്താണ് പറയാനുള്ളത്? റാത്തന്നെ ഉഷാർ തന്നെ. അപ്പൊ ജോലിയൊക്കെ നാട്ടില് പോയിട്ട് എത്രയായി? ഈ പെരുന്നാള് ഈ ചെറിയൊരുനാളല്ലേ വലിയൊരുനാളാ? ഈ ചെറിയൊരുനാളിന് നാട്ടിൽ പോകും. ഈ അപ്പൊ ഞാനും നാട്ടിലേക്ക് പോന്നാലോ? നമ്മൾ നാട്ടിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? സുഖമായിട്ട്. എത്ര മാസം നാട്ടിലുണ്ടാവും? 3 മാസം ഇൻഷാ അല്ലാ ഞാനും ഉണ്ട്. ഓക്കെ, നമ്മ കണ്ണൂരിൽ നിന്ന് ഒരു മീറ്റിംഗ് അടുത്തത്. ഓക്കെ, സെറ്റ് അല്ലേ? വണ്ടിമേളിലെ ചളിയൊന്നും നോക്കണ്ട, മഴ ആണ് കുറച്ചായിട്ട് ഇവിടെ. നമ്മളെ അങ്ങാടിയിലൊക്കെ മഴ ആണ്. ഇതാട്ടോ നമ്മളെ ട്രailer സാധനം. ഈ വണ്ടി നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മളൊരു മാനുണ്ട് കമ്പനി വണ്ടി മാതിരിയാണ് തോന്നുന്നത്. എനിക്കൊന്ന് മാനാണ് മെയ്ഡ് എന്നിട്ടുണ്ടോ? പക്ഷേ
ഫ്രണ്ടിൽ വേറെ കമ്പനിയാണ്. സൈഡ് നോക്കുമ്പോൾ മാൻ്റെ ഒരു ലുക്കാണ്. ഇതാ ഷാക്മാൻ എന്ന് പറഞ്ഞ ഇതാ H3000S ഇതാണ് മോഡൽ കേട്ടോ. ഷാക്മാൻ്റെ H3000S എന്ന് പറഞ്ഞ മോഡലാണ് സാധനം. 2024 മോഡൽ വണ്ടിയാണ്. 460 ആണ്. അതിൻ്റെ എന്തോ ഒരു സുന. ഇതൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് വലിയ ഐഡിയ അല്ല. പിന്നെ ഇത് എയർ ബലൂണാണ് വരുന്നത്? അല്ല, ലീഫ് സെറ്റാണല്ലേ, ലീഫാണ് വരുന്നത്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ യാത്ര ഒക്കെ നല്ല സുഖമായിട്ടുണ്ടാകുക. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ബലൂണാണ്. ഇതിനൊക്കെ പിന്നെ എയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റണ്ണിങ്ങിലേ നല്ലോണം ഇങ്ങനെ ആക്ഷൻ ഉണ്ടാവും വണ്ടിക്ക്. അടിപൊളി വണ്ടിയാട്ടോ. ചെയിനാണെന്ന് പറഞ്ഞാലും വണ്ടി അടിപൊളിയാണ്. ഇതിനെക്കാട്ടിൽ ആൾറെഡി ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ്. ഇതിനെക്കാട്ടിൽ ഹൈറ്റാണുള്ള മോളിൽ എങ്ങനെ കയറുക? അതിനെ ഓടിച്ചോട്ടെ. ഹൈറ്റ് കുറഞ്ഞവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതില്ല, ഇതിനതില്ല, ആ ടൈപ്പില്ല ഇത്. വണ്ടി സൂപ്പറാ. പറയാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടാറ്റ ബൈ ബൈ. ഓക്കെ, അപ്പൊ ഇനി ഒന്ന് കാണും, നാട്ടിൽ കാണും. ഓക്കെ, സെറ്റ്. അതന്നെ, ഇത് കണ്ടില്ലേ, ഇത് മാൻ്റെ വണ്ടിയാണെന്നാ തോന്നുന്നത്. ഇതേ മോളിൽ വേറൊരു വണ്ടി, വേറെ കമ്പനി മാൻ്റെ വണ്ടി കാണിച്ചതാ. ഇത് ഈ വണ്ടി കണ്ടില്ലേ, ഇതൊരു കമ്പനി വണ്ടിയാണ്, അത് വേറെ കമ്പനി വണ്ടിയാണ്. എനിക്കൊന്ന് പ്രൊഡക്ഷൻ എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണെന്നാ തോന്നുന്നത്.